ഹലോ ഫ്രണ്ട്സ്, ഞാനീ പിടിച്ചിരിക്കുന്ന സാധനം എന്താണെന്നറിയാമോ? ഇതാണ് കാര. ഇതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തലേന്നേ പച്ചരി പുതിർത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് പച്ചരിയും ഉഴുന്നും കൂടി പുതിർത്തേ, നമ്മൾ ഇഡലിക്ക് പുതിർക്കുന്ന പോലെ. ഉണ്ണിയപ്പത്തിനോടൊപ്പം തന്നെ നമ്മൾ വെള്ളയപ്പം പോലെ ഉണ്ടാക്കുന്നുണ്ട്, കണ്ണൂരപ്പം എന്നൊക്കെ പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചരി ഉഴുന്നും കൂടി വേറെ തന്നെ പുതിർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചരി നന്നായിട്ട് കഴുകി ഉണക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിവർത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനി ഇങ്ങനെ ഉണങ്ങിയിട്ടാവുമ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുക ചെയ്യുക. ഒരു പുട്ടിൻ്റെയൊക്കെ പരുവത്തിൽ കുറച്ച് തരിയായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ, അതുപോലെ തന്നെ കുറച്ച് മൈദപ്പൊടി, ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ വറുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത്രയൊന്നും ചേർത്ത് കൊടുക്കില്ല, കുറച്ച് മാത്രം വറുത്തിട്ട് ചേർത്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ കൂടെ മൈദപ്പൊടിയും റവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇത്രയും പൊടിയാണെന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അമ്മയൊരു ഉണ്ണിയപ്പം സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നെയ്യപ്പം ചുടും. നമ്മളിവിടെ വിഷു ഓണമൊക്കെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നെയ്യപ്പം ചുടും. വിഷു ഓണം എന്നല്ല, തിന്നണമെന്ന് തോന്നുമ്പോൾ അപ്പാട് നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ ഇപ്പോൾ ഇത് വെല്ലമാണേ, ശർക്കരയല്ല, നമ്മളിവിടെ വെല്ലമാണ് ഉപയോഗിക്കുക. അത് നമ്മളിങ്ങനെ പാനിയാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി വെള്ളത്തിൽ കിടന്ന് അലിഞ്ഞ് തിളച്ച് പാനിയായി വരണം. ആ പാനിയിലാണ് നമ്മൾ നെയ്യപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴയ്ക്കുന്നത്. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കില്ല വേറെ. അപ്പോൾ ഇനി ഈ വെല്ലത്തിൻ്റെ ആണി നന്നായിട്ട് തിളച്ച് കുറുകി വരണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങ പൂളി ഇവിടെ വെക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ നെയ്ക്കകത്ത് വറുത്തെടുക്കണം. അതും ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെല്ലം നന്നായിട്ട് പരുവത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിച്ചാണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഒഴിച്ച് ഇളക്കി പാകത്തിന് കുറുക്കിയെടുക്കുക ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ പാകത്തിനായില്ലെങ്കിൽ പിന്നെ നെയ്യപ്പം ചുടുമ്പം നന്നായി വരില്ല. കൂട്ടാക്കുമ്പം നല്ല വൃത്തിയായിട്ട് ചെയ്യണമെന്നാണ് അമ്മ പറയാറുള്ളത്. ഇല്ലെങ്കിൽ ഇത് എന്താ പറയുക, ശരിയാവാണ്ടായിപ്പോൾ പോലും നെയ്യപ്പം. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് പിന്നെ എക്സ്ട്രാ ആയിട്ട് എള്ള് ചേർക്കുന്നുണ്ട്. അതുപോലെ ഏലക്ക, പഞ്ചസാരയൊക്കെ വെച്ചിട്ട് നല്ലോണം പൊടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അമ്മ വീണ്ടും കുറച്ചും കൂടി പാനി ഒഴിച്ചിട്ട് കുഴയ്ക്കുന്നുണ്ടേ. പിന്നെ നമ്മൾ നേരത്തെ പൂളി വെച്ച് തേങ്ങയില്ലേ, അത് നെയ്ക്കകത്ത് വറുത്തിട്ട് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് പഴം, ഈ മൈസൂർ പൂവൻ്റെ പഴമില്ലേ, ആ പഴം അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതും ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കും. അപ്പോഴേക്കും നമ്മൾ കാര അടുപ്പത്ത് വെച്ചു, ഓയിൽ ഒഴിച്ചു. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നെയ്യപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ പൊങ്ങി വരുന്നുണ്ട് കണ്ടോ. ഈ കാര കുറേ കുഴിയുള്ള കാരയുണ്ട്, പക്ഷേ ഇതിപ്പം 3 ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് പണ്ടേ ഉള്ള കാരയാണ്. അപ്പോൾ ഉണ്ണിയപ്പം ഇങ്ങനെ ഓരോന്നോരോന്നായി ചുട്ട് വരുന്നുണ്ട്. ഞാനും ചുടും ഇടയ്ക്ക്. ഈ ചുടാൻ മാത്രമേ അറിയത്തുള്ളൂ, കൂട്ടാക്കാനൊന്നും അറിയില്ല. അപ്പം അതിനിടയ്ക്ക് നമ്മൾ നമ്മുടെ വെള്ളയപ്പവും ചുട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.